സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. അഭിനയവും റീൽസും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന താരം പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകാറുണ്ട്. ഇപ്പോൾ ഇതാ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അന്തരിച്ച നടൻ കൊല്ലം സുധിയും ലഭിച്ച പുരസ്കാരങ്ങളും മൊമെന്റോകളും ചാക്കിൽ കെട്ടി കട്ടിനടിയിൽ വെച്ച് എന്ന ആരോപണമാണ് താരത്തിന് നേരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന രാഹുലിൻ്റെ യൂട്യൂബ് വീഡിയോയിലായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടത്. ഇതോടെ താരം തന്നെ വിമർശകർക്കുള്ള മറുപടിയുമായി എത്തുകയാണ്. മകൻ എടുത്തു നശിപ്പിക്കാതിരിക്കാനാണ് പുരസ്കാരങ്ങൾ ചാക്കിൽ കെട്ടി കട്ടിനടിയിൽ വെച്ചതെന്നും തൻ്റെ പുരസ്കാരങ്ങൾ മകൻ എടുത്താലും കുഴപ്പമില്ല, സുധിയേട്ടനോടത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് കരുതിയാണ് നശിക്കാതിരിക്കാൻ ചാക്കിൽ സൂക്ഷിച്ചു വെച്ചതെന്നും രേണു പറയുകയാണ്. സുധിയുടെ മൂത്ത മകൻ കിച്ചു അവിടുത്തെ അനുജനെ സന്ദർശിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോയാണ് സുധിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കട്ടിനടിയിൽ ചാക്കിൽ കെട്ടിയ രീതിയിൽ കാണുന്നത്. നിരവധി ആളുകളാണ് ഇതുകണ്ട് വിമർശനവുമായി എത്തിയത്. മകൻ ചെറിയ കുഞ്ഞാണ്, അവൻ സുധിച്ചേട്ടൻ്റെ പുരസ്കാരങ്ങളൊക്കെ എടുത്ത് കളിക്കും. സുധിച്ചേട്ടൻ ഇത്രയും നാൾ വാങ്ങിയ അവാർഡ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഒടിച്ച് കളഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവാർഡുകൾ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. കുഞ്ഞ് കാണാതെ ചാക്കിൽ വെച്ച് പാത്തുവെച്ചാണ് ഞാൻ. വീട്ടിൽ ഇപ്പോൾ ട്രോഫി വയ്ക്കാനുള്ള അത്തരം സംവിധാനങ്ങളൊന്നുമില്ല എന്ന് രേണു പറയുന്നു. സുധിച്ചേട്ടൻ അത് കട്ടിലിനടിയിലും എൻ്റേത് മേശപ്പുറത്തും വയ്ക്കണമെന്നത് ചിന്തയിൽ പോലുമില്ല. എൻ്റേത് ഞാൻ വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ മേശപ്പുറത്ത് വെച്ചതാണ്, അല്ലാതെ സുധിച്ചേട്ടൻ്റെ അവാർഡ് മാത്രം എടുത്ത് കളഞ്ഞതല്ല.